ഹലോ ഗൈസ്, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് AICC ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന വനിതാ നേതാവ് പ്രകടിപ്പിച്ച ഭാവഹാവാദികൾ കണ്ടാൽ അവർ ദില്ലിയിലല്ല, നേരെ മറിച്ച് കൊടുങ്ങല്ലൂരിലെ മീനഭരണി ഉത്സവത്തിൽ അറിയാതെ വന്ന് പെട്ടുപോയതാന്നേ പറയുള്ളൂ. ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ രാജ്യ തലസ്ഥാനത്ത് തന്നെയിരുന്ന് അപമാനിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നുണ്ടെങ്കിൽ അവിടെ പരാജയപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും കോൺഗ്രസും BJP ഒന്നും അല്ല. ഇന്ത്യ എന്ന വികാരവും അത് ലോകത്തിനു മുന്നിൽ വെക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ബൃഹത്തായ ആശയവുമാണ്. ഈ വൈവിധ്യമാർന്ന രാജ്യത്തെ 4ഉം 8ഉം 16ഉം ഒക്കെയാക്കി വിഭജിക്കാൻ വെമ്പി നിൽക്കുന്നവർക്ക് വന്ദേ മാതരം അന്നും ഇന്നും എന്നും ഭീഷണി തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നോക്കിയാൽ നാട്ടുരാജ്യങ്ങളായും ഭാഷകളാലും ജാതികളായും ദേശങ്ങളായും എല്ലാം വേറിട്ടു നിന്ന ഈ രാജ്യത്തെ ഇന്ത്യ എന്നൊരൊറ്റ വികാരമായി ഒന്നിപ്പിക്കാനും ഭാരതത്തിന്റെ സാംസ്കാരിക ദേശീയതയിൽ കോർത്തിണക്കാനും സ്വാതന്ത്ര്യത്തിനായി പോരാടാനുമുള്ള പ്രേരക ശക്തിയായ ഗാനമായിരുന്നു വന്ദേ മാതരം. ഇതിനെ ബ്രിട്ടീഷുകാർക്ക് നിരോധിക്കേണ്ടി വന്നതും ഇത് പാടുന്നവർക്കെതിരെ പിഴ ചുമത്തേണ്ടി വന്നതുമെല്ലാം ഈ ചരിത്ര സത്യത്തിന്റെ തെളിവുകളാണ്. 1930-കൾ വരെ ജാതി മത ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരും അഭിമാന പുരസ്സരം ആലപിച്ചിരുന്ന ഈ ദേശീയ ഗീതത്തെ 1937-ൽ മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം കീറിമുറിക്കുകയാണ് ഉണ്ടായത്. വന്ദേ മാതരത്തെ മതത്തിന്റെ പേരിൽ 1937-ൽ കീറിമുറിച്ചവർ തന്നെ 47 ആയപ്പോൾ രാജ്യത്തെ തന്നെ കീറിമുറിച്ച് അവർക്ക് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞു പോയിട്ടും വന്ദേ മാതരം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഗീതത്തോട് മതം പറഞ്ഞ് രാജ്യത്തെ മുറിച്ചു പോയവർക്ക് വേണ്ടി കാണിച്ച അനീതി തിരുത്താൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും 60 കൊല്ലത്തോളം ഭരണം കിട്ടിയിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പ്രധാനം രാജ്യവും ദേശീയതയുമല്ല, മറിച്ച് അധികാരം മാത്രമാണെന്ന വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത്. വന്ദേ മാതരത്തിന് അത് അർഹിക്കുന്ന സ്ഥാനവും ബഹുമാനവും നൽകി BJP സർക്കാർ കോൺഗ്രസ് കാട്ടിയ ആ ചരിത്രപരമായ തെറ്റ് തിരുത്തുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും AICC ആസ്ഥാനത്ത് പോലും അത് പാടിയിട്ടും കേരളത്തിൽ നിന്ന് അത് ഒഴിവാക്കുമ്പോൾ വ്യക്തമാകുന്നത് 1947-ലെ ജിന്നയുടെ ലീഗിൽ നിന്ന് കടുകുമണിയുടെ അളവിൽ പോലുമുള്ള വ്യത്യാസം കേരളം ഭരിക്കുന്ന ഇന്നത്തെ ലീഗിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. മതമാണ് പ്രശ്നം എന്ന് തന്നെയാണ് ഇന്നും അവരുടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം പറഞ്ഞ് പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉണ്ടാക്കിയിട്ടും അവരുടെ പ്രശ്നം അവിടെയും തീരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും ഞാനും എന്നെ പോലെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആദരിക്കുന്ന ഭാരതീയ ദേവതാ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ ഈ ബൃഹത്തായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ്. ഒരു മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ കീഴിൽ തളച്ചിടാനാവാത്ത അടയാളങ്ങൾ. ആ അടയാളങ്ങളെ നാം ആദരിക്കുന്നത് സുഖത്തിനായുള്ള ഒരു സ്വർഗവും മുന്നിൽ കണ്ടിട്ടല്ല. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദഭിഗരീയസി എന്ന് രാജ്യത്തിന്റെ ആത്മാവിൽ കുറിക്കപ്പെട്ട ദേശഭക്തിയുടെ ഗരിമയെ മുൻനിർത്തിയാണ്. ജന്മം നൽകിയ പെറ്റമ്മയ്ക്കും പോറ്റി വളർത്തിയ ജന്മഭൂമിക്കും മുകളിലല്ല ഒരു സ്വർഗവും മതവും സുഖവും സ്ഥാനവും സ്വാർത്ഥതയും ഒന്നും. വന്ദേ മാതരമെന്ന് മനസ്സിൽ തട്ടി കണ്ണ് നിറഞ്ഞ് ഉറക്കെ പാടുന്ന അവസാനത്തെ ഇന്ത്യക്കാരനും ജീവനോടെ ഉള്ളിടത്തോളം ഈ രാജ്യവും അതിന്റെ പ്രൗഢ പാരമ്പര്യവും സഹിഷ്ണുതയുടെ ചരിത്രവും തുടർന്നുകൊണ്ടേയിരിക്കും സനാതനമായി തന്നെ. വന്ദേ മാതരം.